എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Nine of Pentacles, Empress energy, Eight of Pentacles, Queen of Cups, Ten of Swords, Destiny. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ നല്ലൊരു എനർജിയാണ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. നയൻ ഓഫ് പെന്റക്കിൾസ് ആൻഡ് എംപ്രസ് എനർജിയാണ്. ജീവിതത്തിൽ ഒത്തിരി അധികം സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നിങ്ങളിലേക്ക് എത്തുന്നതിന്റെ ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പല ആളുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും നിങ്ങളുടെ രാശിയുടേതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, മൊത്തത്തിൽ നിങ്ങളുടെ രാശിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചിങ്ങം രാശിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പൊതുവിൽ എന്നിരുന്നാലും രാശിയുടെ മാറ്റത്തിനനുസരിച്ചിട്ട് എന്നുള്ളത് പറയുമ്പോൾ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സന്തോഷം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിന്റെ എനർജി വളരെ പോസിറ്റീവാണ്. അതായത് വിവാഹം, അതുപോലുള്ള കാര്യങ്ങൾ, ബന്ധങ്ങൾ, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, വിവാഹ ജീവിതത്തിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അത് വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും പ്രണയത്തിലുള്ളവരാണെങ്കിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ജീവിതത്തിൽ വളരെയധികം സാധ്യതകളും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതേപോലെ പോസിറ്റിവിറ്റിയാണ്, പ്രണയമാണ് സൂചിപ്പിക്കുന്നത്. വിവാഹം അടുത്തിടയ്ക്ക് കഴിഞ്ഞവർക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഒത്തിരി നാളുകളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവർ, അതിനുവേണ്ടി പല വഴിപാടുകളും കഴിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. ഈ മാസത്തിന് വളരെയധികം പ്രത്യേകതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ലോവർ അബ്ഡോമൻ, അതായത് ആ വയറിന് താഴെയുള്ള ഭാഗം, അടിവയറും ആ ഭാഗത്ത് വളരെയധികം കൂടുതൽ ഊർജം പ്രവഹിക്കുന്ന സമയമായതുകൊണ്ട് റിപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഗർഭധാരണവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ ചികിത്സയൊക്കെ നടത്തുന്നവരാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും, പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവര് ആയില്യം ഈ മാസത്തിലെ ആയില്യം നക്ഷത്രത്തിന്റെ അന്ന് നാഗങ്ങളുടെ ക്ഷേത്രം സന്ദർശിക്കുകയും 100 പാലും വഴിപാട് കഴിപ്പിക്കുകയും ചെയ്യുക. അതേപോലെ ഉരുളി കമഴ്ത്തൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുപോലുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഈ ഒരു മാസം ആയില്യത്തിന്റെ അന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും നാഗക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ശിവന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ആയാലും നാഗങ്ങളുടെ ഉപപ്രതിഷ്ഠ കാണുമല്ലോ, അവിടെ ചെയ്താലും മതി. 100 പാലും സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഈ ഒരു സമയം വളരെ ശുഭസൂചകമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു അവസരം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നേർവഴിയിൽ നല്ല രീതിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഏതൊരു കാര്യം, അതായത് ബിസിനസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല കർമ്മങ്ങളോടുകൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ഉയരത്തിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഒത്തിരി കടമ്പകൾ കടന്ന് അല്ലെങ്കിൽ ഒത്തിരി സംഘർഷങ്ങൾക്കൊടുവിൽ ഒത്തിരി സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക സ്ഥിതിയിലും ഒത്തിരി മെച്ചം കാണുന്നുണ്ട്. അപ്പോ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു കുട്ടി വേണമെന്നുള്ളൊരു ചിന്തയുള്ളവര് അതിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി സന്തോഷവും മാനസികമായിട്ട് സന്തോഷവും ഒത്തിരി നല്ല ബന്ധങ്ങളും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ സാമ്പത്തികവും ഒക്കെ നല്ല രീതിയിലായതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സിറ്റുവേഷനിലും കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് 2 കുട്ടികൾ, മൂന്നാമതൊരു കുട്ടി വേണ്ട എന്ന് ചിന്തിക്കുന്നവർ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അവസരത്തിലും പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഓക്കെ. അതേപോലെ തന്നെ 8 ഓഫ് പെന്റക്കിൾസ് എനർജി ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. കുലത്തൊഴിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കൈത്തൊഴിലുകളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതകളുണ്ട്. ഏത് തരത്തിലാണെങ്കിലും ആവാം. അത് ഇപ്പോ കൈകൊണ്ട് പണിയെടുക്കുന്ന ഡയറക്റ്റ്ലി ആ ഒരു രീതി, ഇപ്പോൾ മെക്കാനിക്കാണ്, ഇലക്ട്രിക്കൽ വർക്ക്, മെക്കാനിക്കൽ ആയിട്ടുള്ള വർക്കുകൾ, അതേപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ താഴെക്കിടയിൽ ഉള്ള ജോലി, കൈകൊണ്ട് ജോലി ചെയ്യുന്നവര്, സൂപ്പർവൈഷൻ എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്.
അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കി, ഇപ്പോൾ നിങ്ങളായിട്ട് കളിമണ്ണ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു, ചെറിയ രീതിയിലുള്ള രീതിയിലാണെങ്കിലും വലിയ രീതിയിൽ നിങ്ങളായിട്ട് അത് ചെയ്യുന്നുവെങ്കിൽ അതിൽ വളരെയധികം സാധ്യതകളുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കുന്നതാണ്. അതേപോലെ ജോലി സംബന്ധമായിട്ട് പറയാൻ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു ഒരു മനസ്സിനൊരു തൃപ്തി ഇല്ലാത്തതാണ്. ആ ജോലിയായിട്ടാണ് അത് ചെയ്യുന്നത്, എന്തോ ഒരു വഴിപാട് പോലെ ചെയ്യുന്നു, കാരണം മാസാവസാനം പൈസ കിട്ടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഇഷ്ടം, അതായത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം ജോലിയാക്കി മാറ്റാനുള്ള അവസരം എന്ന് പറയാം. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ ഹോട്ടൽ തുടങ്ങുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യവും ആവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടിയിട്ട്, അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി വലിയൊരു രീതിയിലേക്ക് വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ശുക്രന്റെ നല്ല ഒരു സമയമായതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, അതായത് കലാപരമായിട്ടുള്ള കഴിവുകൾ നല്ല രീതിയിൽ പ്രകോപിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്ന, നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ മിസ്റ്റീരിയസ് അല്ലെങ്കിൽ മിസ്റ്റിക്കൽ ആയിട്ടുള്ള കഴിവുകളുള്ള ആളുകൾ നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കുക, തന്ത്രമന്ത്രങ്ങൾ പോലുള്ള കാര്യങ്ങൾ, ആത്മീയത, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം നടക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാലഘട്ടം പൊതുവെ നല്ലതാണെങ്കിലും പ്രണയമോ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ വന്നിട്ട് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ഒന്ന് ചെറിയ രീതിയിൽ ഉഴപ്പാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അഥവാ ഇനി നിങ്ങൾ പ്രണയത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒക്കെ ശ്രദ്ധ കൂടുതൽ ആയി പോകുന്നെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക. വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ പ്രാധാന്യം നൽകേണ്ടുന്ന കാര്യമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുക എന്നുള്ളത്. ഉത്തരവാദിത്തങ്ങളുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക്, വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് മറ്റുള്ളവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ചിന്തകൾ മാറുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി കൂടിയിട്ടാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ 10 ഓഫ് സോഡ്സും വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു സാഹചര്യം മുന്നിട്ട് നിൽക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. അതേപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം സൂചിപ്പിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനലാഭം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള നല്ലൊരു വരുമാനം, പ്രോഫിറ്റ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാം. അതേപോലെ ഇൻഹെറിറ്റൻസ്, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയോ അങ്ങനെ ഭൂസ്വത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം. ചില ആളുകൾ സമ്പത്തായിട്ട് തന്നെ, അതായത് പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ഭാഗത്തു നിന്നോ അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ട് ഒത്തിരി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ മൂലാധാര ചക്രം അല്ലെങ്കിൽ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചക്രങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു എനർജിയിലേക്ക് കൂടുതൽ പോകാൻ നിങ്ങൾ സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നോക്കാം. ചക്രാസിനെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്. സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് മലയാളത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മൂലാധാര ചക്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ബേസ്, ഫൗണ്ടേഷൻ ആദ്യം ശരിയാക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. യോഗയോ മെഡിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജീവിതത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പല തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ, നിങ്ങളോട് അസൂയൊക്കെയുള്ള ആളുകൾ, നിങ്ങളുടെ ശത്രുക്കളായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളിൽ സ്വയമേ അവർ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളായിട്ട് വലിയ
ഒരു നല്ല ബന്ധമല്ലാത്ത ആ ഒരു വ്യക്തി ചിലപ്പോൾ ഓഫീസിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടാവാം, ട്രാൻസ്ഫർ ലഭിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം ആ വ്യക്തി ആ ജോലിയിൽ നിന്ന് മാറി പുതിയൊരു ജോലിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജോലിയിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ മുന്നേറാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു അങ്ങനെയുള്ള പല കാര്യങ്ങളും മാറ്റങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളായിട്ടൊന്നും ചെയ്യാതെ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.